ബിസുമിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉൻ മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഉൻ സഅദുല്ലാഹ് മുസ്തഫ മുസദ്ദിഖുൻ മുജീബുൻ ഹബീബുല്ലാഹ് മുൻദിറുൻ മുബശ്ശിറുൻ മുബർറുൻ കലീമുല്ലാഹ് മുസ്ലിഹുൻ മുകർറമുൻ മുബീനുൻ സിറാത്തുല്ലാഹ് മുദക്കിറുൻ മുഖദ്ദസുൻ മുജാബുൻ നജിയുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, റമദാൻ 15 മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് ദിനമാണ്. ഇസ്ലാമിക ചരിത്രമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് വലിയ ആത്മീയ സ്ഥാനമുള്ള മഹദിമാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരിൽ പെടുന്ന ആളാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ മഹത്വമുള്ള വ്യക്തിത്വമായിരുന്നു മഹദി. വലിയ അറിവും തഖ്വയും ആത്മീയതയും കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ കല്യാണിയായിരുന്നു മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. നഫീസ ബീവിയുടെ പരമ്പര പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം, നഫീസ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് നഫീസ ബീവി ചെന്നെത്തുന്നത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെയും മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും ഹസൻ തങ്ങളുടെ മകൻ സെയ്ദ് തങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹും, ഈ ഹസൻ തങ്ങളാണ് മഹദിയുടെ പിതാവ്. എന്ന് വെച്ചാൽ മഹദിയായിട്ടുള്ള നഫീസ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ വളരെ അടുത്ത പേരക്കുട്ടി തന്നെയാണ്. അതിനാൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹദിയായ വനിതയായിട്ടാണ് മഹദി അവറുകൾ അറിയപ്പെടുന്നത്. ബീവി എന്നൊക്കെ മലയാളത്തിൽ വിളിക്കുന്നത് അത്തരത്തിലുള്ള സൂചകമായിട്ട് തന്നെയാണ്. മഹദി ജനിച്ചത് ഹിജറ 145 മക്കയിലാണ് മഹദി അവറുകൾ ജനിച്ചത്. ജനിച്ചപ്പോൾ മുതൽക്ക് തന്നെ പഠനത്തിലും ആത്മീയതയിലും താല്പര്യം കാണിച്ചത് കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ചെറുപ്പത്തിൽ തന്നെ മനഃപ്പാഠമാക്കാനും ചെറുപ്പം മുതൽക്ക് തന്നെ ആരാധനയിൽ വലിയ ഭവ്യത കാണിക്കാനും മഹദി അവറുകൾ ശ്രദ്ധിച്ചു. ഇബാദത്തിലും പഠനത്തിലുമായിട്ടാണ് മഹദി അവറുകളുടെ വളർച്ചയും മറ്റുമൊക്കെ. വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്തു. പിന്നീട് വിശുദ്ധമായിട്ടുള്ള ഹദീസുകൾ പഠിച്ചു, ഫിഖ് പഠിച്ചു. വലിയ വലിയ പണ്ഡിതന്മാരുടെ പക്കൽ പോയിട്ട് വിജ്ഞാനങ്ങളൊക്കെ നേടി. എന്ന് വെച്ചാൽ അഹ്ദ് ബൈത്തിൽപ്പെട്ടിട്ടുള്ള ധാരാളം മഹാന്മാർ മഹദിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് മദീനയിലുണ്ടായിരുന്ന മഹാന്മാർ മഹദിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മഹദിയായ നഫീസ ബീബി ഹദീസ് പഠിപ്പിക്കുന്ന വലിയൊരു വനിതാ പണ്ഡിതയായിട്ട് മാറി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പിന്നീട് മഹദി അവറുകൾ മിസ്റിലേക്ക് പോകുന്നുണ്ട്, ഈജിപ്തിലേക്ക് യാത്ര പോകുന്നുണ്ട്. ആ കാരണത്താലാണ് ഈജിപ്തിൽ വളർന്നു. ഈജിപ്തിലാണ് മഹദി അവറുകളുടെ ഇൽമിൻ്റെ കേന്ദ്രമായിട്ട് മഹദി അവറുകൾ മാറ്റിയത്. അതുകൊണ്ടാണ് മിസ്രിയ എന്ന പേര് മഹദിക്ക് ലഭിക്കാനുള്ള കാരണം. അവിടെ എത്തിയപ്പോൾ മിസ്റിലെ ജനങ്ങൾ വലിയ ആദരവോടു കൂടിയിട്ട് മഹദിയെ സ്വീകരിച്ചു. മഹദിയുടെ വീട് ഇൽമിൻ്റെയും ഇബാദത്തിൻ്റെയും ഒരു മർക്കസായിട്ട് മാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആത്മീയ ജീവിതമായതുകൊണ്ട് തന്നെ ജനങ്ങൾ മഹദിയിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ദിവസത്തിൽ ധാരാളം തവണ ഖുർആൻ ഓതുവാനും ഖതം പൂർത്തിയാക്കുവാനും മഹദി അവർക്ക് ശ്രദ്ധിച്ചു. അധികമായിട്ടും രാത്രിയിൽ നമസ്കാരം മാത്രമായി. അതേപോലെ തന്നെ ലോകത്തിലുള്ള ഔലിയാക്കളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ചിന്തകളും ഒഴിവാക്കിക്കൊണ്ട് സുഹുദിലായിട്ടുള്ള ജീവിതമാണ് മഹദി ജീവിച്ചത് എന്ന് കാണാൻ പറ്റും. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ 30 വർഷം കണക്ക് കൂട്ടിയിട്ട് ആ 30 വർഷത്തിൽ 1900-ലധികം തവണ ഖുർആൻ ഖതം പൂർത്തിയാക്കിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രശസ്ത ഫഖീഹായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് മഹദിക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. നഫീസ ബീവിയോട് ഷാഫിഈ തങ്ങൾക്ക് വലിയ ആദരവുണ്ടായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മഹാനായിട്ടുള്ള ഷാഫിഈ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നഫീസ ബീവിയെ സന്ദർശിക്കുമായിരുന്നു. മഹദിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ മാത്രം മഹദിയുടെ ദറജ വളരെ അധികമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഷാഫിഈ തങ്ങളുടെ ഇടയ്ക്കിടെയുള്ള സന്ദർശനവും അതുപോലെ തന്നെ വലിയ പണ്ഡിതനായിട്ടുള്ള ഷാഫിഈ തങ്ങൾ മഹദിയുടെ അടുക്കൽ പോയിട്ട് വൈജ്ഞാനികമായ കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതൊക്കെ മഹദിയുടെ ഫദീലത്തിനെ അറിയിക്കുന്നുണ്ട്. നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ
അന്ന് മിസ്റിലുണ്ടായിരുന്ന പാവങ്ങളെ സഹായിച്ചു. ധാരാളം പേർക്ക് ഇൽമു പകർന്നു കൊടുത്തു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി. സ്ത്രീ വിദ്യാഭ്യാസത്തിൽ മഹദിയുടെ പങ്ക് വളരെ വലുതാണ്. അന്ന് മഹദിയുടെ അടുക്കലേക്ക് ചികിത്സയ്ക്ക് വരുന്ന രോഗികളായ ആളുകൾക്ക് വേണ്ടിയിട്ട് മഹദി അവர்கள் ദുആ ചെയ്തു, മന്ത്രിച്ചൂതി കൊടുത്തു എന്നൊക്കെ കാണാൻ പറ്റും. മഹദിയുടെ വീട്ടിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ക്ലാസ് ഉണ്ടായിരുന്നു. ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദർസുണ്ടായിരുന്നു. ആത്മീയ പരിശീലനം നൽകുന്ന തസ്കിയത്തിൻ്റെ ക്ലാസ്സുകൾ അവിടുന്ന് നടന്നിരുന്നു. ചരിത്രത്തിൽ മഹദി അവരുടെ കറാമത്തുകൾ വളരെ കൂടുതലാണ്. ധാരാളം കറാമത്തുകൾ കാണാൻ പറ്റും. ഒരു സ്ത്രീക്ക് മക്കളില്ലായിരുന്നു. നഫീസ ബീവി അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് ആ സ്ത്രീക്ക് കുട്ടി ജനിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ഹിജ്റ 208 മഹദി അവர்கள் വഫാത്താകുന്നത്. കൈറോയിലാണ് മഹദി അവர்கள் വഫാത്തായത്. ആ വഫാത്തിന് മുമ്പ് സ്വന്തമായിട്ട് ഖബറുണ്ടാക്കി വെക്കുകയും ആ ഖബറിൽ ഇരുന്നുകൊണ്ട്, ആ ഖബറിൻ്റെ അരികിലിരുന്നു കൊണ്ട് ഖുർആൻ വായിച്ചു, ഖുർആൻ ഓതി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ഈജിപ്തിൽ ഇന്നും മഹദി അവറുകളുടെ അഹ്ലുബൈത്തിൽപ്പെട്ട മഖാമുകളിൽ ഒന്നായിട്ട് മഹദി അവറുകളുടെ ഖബറിനെ, മഹദി അവരുടെ മഖാം ഷരീഫിനെ പണ്ഡിതന്മാർ കണക്ക് കൂട്ടുന്നുണ്ട്. ധാരാളം പണ്ഡിതന്മാർ, ദഹബി തങ്ങളെപ്പോലുള്ള ധാരാളം പണ്ഡിതന്മാർ മഹദി അവറുകളെ എണ്ണിയിട്ടുണ്ട്. കാനത്ത് മിന സ്വാലിഹാത്തിൽ ആബിദാത്ത്, മഹത്തായ ഒരു ഇബാദത്തുകാരിയായിരുന്നു മഹദിയുടെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ധാരാളം പണ്ഡിതന്മാർ വിലയിരുത്തിയത്. അത്തരം ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഇൽമ കൊണ്ടും സുഹുദ് കൊണ്ടും അറിയപ്പെട്ട വലിയ മഹാമനീഷിയായ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഹിജ്റ 145 മഹദി അവറുകൾ ജനിച്ചതെന്ന്. റബീഉൽ അവ്വൽ 11 മക്കയിലാണ് മഹദി അവറുകൾ ജനിച്ചത്. പിന്നീട് മാതാപിതാക്കൾക്കൊപ്പം മദീനയിലേക്ക് പോവുകയും മദീനയിലെ പള്ളിയിൽ വെച്ചിട്ട് പിന്നീട് വിജ്ഞാനത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും മഹദി അവറുകൾ കരഗതമാക്കി. മഹദി അവറുകൾ 30-ലധികം ഹജ്ജ് നിർവഹിച്ചിരുന്നു. അവയിലധികവും നടന്നുകൊണ്ടാണ് നിർവഹിച്ചതെന്ന് ചരിത്രം പരാമർശിക്കുന്നു. മഹദിക്ക് ഖാസിം എന്നൊരു സഹോദരനുണ്ടായിരുന്നു. മതബോധവും അതേപോലെ തന്നെ സുഹുദുമുള്ള വ്യക്തിയായിരുന്നു ഖാസിം എന്നവർ. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രനായ ഇസ്ഹാഖ് അൽ മുഅ്തമിൻ എന്ന ഒരു മഹാനായിരുന്നു മഹദിയെ വിവാഹം കഴിച്ചത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ വസ്തുതകളാണ്. ചരിത്രം പറയുന്നത് മഹാനായിട്ടുള്ള ജാഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രനായ ഇസ്ഹാഖ് അൽ മുഅ്തമിനായിരുന്നു മഹദിയുടെ ഭർത്താവ്. അപ്പോൾ ഭർത്താവ് വളരെ സുഹൃത്തുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ നഫീസ ബീവിക്ക് ആത്മീയമായ പരിവേഷം നൽകുന്നതിലും ആത്മീയമായ ഉന്നമനം നൽകുന്നതിലും ഭർത്താവിനും ധാരാളം പങ്കുണ്ടായിരുന്നു. മാത്രമല്ല നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പിതാമഹനാണ് ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹു. ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവാണ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് മുഅ്തമിൻ എന്ന് പറയുന്ന മഹാനായ മഹദിയുടെ ഭർത്താവിൻ്റെ പിതാമഹൻ. ഇങ്ങനെ വലിയ ഒരു അഹ്ലുബൈത്തുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെ മഹദിക്കുണ്ടായിരുന്നു. ഹറമിൽ ദീർഘനേരം മഹദി കഴിച്ചുകൂട്ടി. പരലോകം മുഖ്യ ലക്ഷ്യമായി കണ്ടു. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ഖൈർ എന്ന് കണ്ടുകൊണ്ട് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ സ്വന്തമായി ഖബർ കുഴിച്ചുകൊണ്ട് അതിലിറങ്ങിക്കൊണ്ട് ദീർഘനേരം നമസ്കരിക്കാറുണ്ടായിരുന്നു, ഖുർആൻ ഓതാറുണ്ടായിരുന്നു. ഖുർആനിനെ ഉറ്റ ചങ്ങാതിയായി കണ്ടുകൊണ്ട് ഖുർആനെ ജീവിതത്തിൽ സ്വഭാവമാക്കിയ മഹദിയായ നഫീസ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ നഫീസ ബീബിയുടെ ചരിത്രം നമുക്ക് വളരെ ഉദാത്തമായ മാതൃകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹദിയായ നഫീസ ബീബി പിന്നീട് ഹിജ്റ 193 റമദാൻ 26 ഈജിപ്തിലേക്ക് പോയി കൈറോവിലേക്ക് എത്തി. ജനങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി തക്ബീറോട് കൂടിയിട്ടാണ് മഹദിയെ സ്വീകരിച്ചത്. അപ്പോൾ മഹദിയായ നഫീസ ബീവി പിന്നീട് മഹദിയുടെ തസ്കിയത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിയത് മഹദിക്ക് മിസ്റായിരുന്നു. മഹാനായിട്ടുള്ള ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന് മഹദിയോട് വളരെ ആദരവായിരുന്നു. ഷാഫിഈ തങ്ങൾ ഈജിപ്തിലേക്ക് വന്ന സമയത്ത് നഫീസ ബീവിയുമായിട്ട് ദൃഢമായ ബന്ധം സ്ഥാപിച്ചു. അവിടെ മസ്ജിദിൽ വെച്ചിട്ട് ക്ലാസ് നിർവഹിക്കാൻ പോകുന്നതിനിടെ മഹദിയെ സ്ഥിരമായിട്ട് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. റമദാനിൽ അവരുടെ പള്ളിയിൽ അദ്ദേഹം തറാവീഹിന് നേതൃത്വം നൽകിയിരുന്നു. മഹദിയെ സന്ദർശിക്കുമ്പോഴെല്ലാം പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേകം വസിയത്ത് ചെയ്യാൻ ഒരു പ്രകൃതം വസിയത്ത് ചെയ്യുന്നൊരു ശീലം ബഹുമാനപ്പെട്ട ഷാഫിഈ തങ്ങൾക്കുണ്ടായിരുന്നു. ഷാഫിഈ തങ്ങൾ തൻ്റെ മയ്യത്ത് നമസ്കാരം മഹദിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വസിയത്ത് ചെയ്തിരുന്നെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിജ്റ 204 ഇമാം ഷാഫിഈ തങ്ങൾ വഫാത്തായപ്പോൾ വസിയത്ത് പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി ജനാസ മഹദിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അവിടുന്ന് മഹദിയായ നഫീസ ബീബി മഹാൻ്റെ മേലിൽ ഷാഫിഈ തങ്ങളുടെ മേൽ മയ്യത്ത് നമസ്കരിച്ചു എന്നും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിജ്റ 208 റജബ് മാസത്തിൽ മഹദിക്ക് രോഗം ബാധിച്ചു.
രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മഹദിയെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു. ഡോക്ടർ മഹദിയോട് പറഞ്ഞു, നോമ്പ് മുറിക്കേണ്ടി വരും, നോമ്പ് നോൽക്കാൻ സാധിക്കില്ല, നോമ്പ് നോൽക്കൽ നിങ്ങൾക്ക് പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞത്, 30 വർഷമായിട്ട് നോമ്പുകാരിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടിപ്പോൾ നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെടുകയാണോ? അതൊരിക്കലും സംഭവിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും നോമ്പ് മുറിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് സൂറത്തുൽ അൻആം വളരെ ഭക്തിയോടുകൂടിയിട്ട് പാരായണം ചെയ്തു. അവർക്ക് അവരുടെ സർവശക്തനായ നാഥൻ്റെ അടുക്കൽ ശാന്തി മന്ദിരമുണ്ട്, അവനാണ് അവരുടെ ഭരണാധികാരി, രക്ഷാധികാരി, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണത് എന്ന് പറയുന്ന സൂറത്തുൽ അൻആമിലെ ഈ ഒരു ഭാഗം ഓതിയപ്പോൾ മഹദി ബോധരഹിതയായി വീണു. സേവകയായിട്ടുള്ള സൈനബ് രേഖപ്പെടുത്തുന്നുണ്ട്, ഞാൻ മഹദിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഷഹാദ ചൊല്ലുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. മഹദി ഷഹാദ ചൊല്ലിക്കൊണ്ടാണ് അള്ളാഹുവിലേക്ക് യാത്രയായത് എന്ന് ചരിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മഹദിയുടെ വിയോഗത്തിൽ ഈജിപ്തുകാർ വളരെ സങ്കടത്തിലായി, ഒന്നടങ്കം ദുഃഖത്തിലാണ്ടു. ഭർത്താവ് മദീനയിൽ ജന്നത്തുൽ ബഖീൽ ഖബറടക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഈജിപ്തുകാർ ഈജിപ്തിൽ തന്നെ ഖബറടക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്വപ്ന ദർശനത്തിൻ്റെ ഫലമായി ഭർത്താവ് അവരെ ഈജിപ്തിൽ മറമാടാൻ അനുവദിക്കുകയും ചെയ്തു. മഹദി തനിക്കായി വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ആ ഖബറിൽ തന്നെയാണ് മഹദിയെ ഖബറടക്കം ചെയ്തിട്ടുള്ളത്. ചരിത്രം ഇതിനൊക്കെ സാക്ഷിയാണ്. മഹദിയായ നഫീസ ബീവിയുടെ ഖാദിമയായിട്ടുള്ള സൈനബ് വിവരിക്കുന്നുണ്ട്, എൻ്റെ യുത്തർബ പുത്രിയായ നഫീസ ബീവിക്ക് വേണ്ടി 40 വർഷത്തോളം ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. രാത്രി ഉറങ്ങുന്നത് വളരെ അപൂർവമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 പെരുന്നാളിനും അയ്യാമു തശ്രീക്കിനും മാത്രമാണ് നോമ്പ് ഉപേക്ഷിച്ചിരുന്നത്. ബാക്കിയുള്ള കൊല്ലം മുഴുവനും എന്ന് പറയുന്ന രൂപത്തിൽ മഹദി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഖുർആൻ മനഃസ്ഥമാക്കുകയും ഖുർആൻ ഹിദ്ദുസ്ഥമാക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. അതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മഹദി കരയുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് സൈനബ് എന്ന് പറയുന്ന ആ സേവകിയായ ആ മഹദി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ മദദ് കൊണ്ട് നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ.